പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് നടത്തുന്നത്. ബാങ്ക് വിളി എന്ന് കേൾക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ നിർത്തിയിട്ട് പോവല്ലേ. ഇന്നത്തെ ബാങ്ക് വിളിയുടെ ചർച്ച പെണ്ണുങ്ങളും ബാങ്ക് വിളിയും അവർ തമ്മിലുള്ള ആ ഒരു ബന്ധമാണ്. സാധാരണ ബാങ്ക് വിളി എന്ന് കേൾക്കുമ്പോൾ പള്ളിയിലെ മുക്രി ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ് അല്ലെങ്കിൽ പുരുഷന്മാർ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നൊരു ബാങ്ക്, അതാണ് നമ്മൾ സാധാരണ സ്വാഭാവികമായി ബാങ്ക് വിളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. ഇന്ന് അങ്ങനെയല്ല. ബാങ്ക് വിളിയും പെണ്ണുങ്ങളും തമ്മിൽ എന്താ ബന്ധമുണ്ട്. 8 സമയത്ത് സ്ത്രീകളെ നിങ്ങൾ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. വിശദമായിട്ട് കേട്ടോ. കൂടാതെ ബാങ്ക് വിളിക്കുമ്പോൾ പെണ്ണുങ്ങൾ തലയിൽ തട്ടം ഇടുന്നത് കാണാം അല്ലെ. തട്ടം ഇല്ലെങ്കിൽ തട്ടം എടുത്തിടും. അത് നിർബന്ധമാണോ? നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ബാങ്ക് വിളി വേണോ, ഇക്കാമത്ത് വേണോ? ഉസ്താദെ, ഇക്കാമത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇക്കാമത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഉസ്താദെ, ബാങ്ക് വിളി, ആ ബാങ്ക് വിളിയുടെ അർത്ഥം ഒന്ന് പറയോ? ഞങ്ങൾ പള്ളിയിൽ നിന്ന് എല്ലാ വക്കത്തിലും ബാങ്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം അറിയില്ല. വിശദമായി ബാങ്ക് വിളിയും പെണ്ണുങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഇഹപര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള കണ്ണേറുകളും സിഹറുകളും എല്ലാ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും എല്ലാം അല്ലാഹു തആല നമ്മളെല്ലാവരെയും സലാമത്തിലാക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട ചില അറിഞ്ഞിരിക്കേണ്ട മസ്അലകളാണ്, കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ ഉമ്മമാര് വീഡിയോ നിർത്തി പോകരുത്. കാരണം ബാങ്ക് വിളി എന്ന് കേൾക്കുമ്പോൾ ഇത് ബാങ്ക് വിളി ഞങ്ങൾക്കുള്ളതല്ല, ഇതിപ്പോ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് കേൾക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്താ പുരുഷന്മാർ കേൾക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോവല്ലേ. ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ ബാങ്ക് വിളിയും സ്ത്രീകളും തമ്മിലുള്ള ചില കാര്യങ്ങളാണ്. ബാങ്ക് വിളിയും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് കേട്ടോ. ആദ്യം ബാങ്ക് വിളിയെ പറ്റി ചെറുതായിട്ടൊന്ന് കേൾക്കാം. ബാങ്ക് വിളിക്കുക എന്താണ്? ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ അദാൻ എന്നതിന്റെ മലയാളം നമ്മൾ എങ്ങനെയൊക്കെ വന്ന് ബാങ്കായി. എന്തുമാവട്ടെ, പലതരത്തിലും പറയാറുണ്ട്. വാങ്ക് വിളി എന്നും ബാങ്ക് വിളി എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. എങ്ങനെ പറഞ്ഞാലും അതിപ്പോ വലിയ തെറ്റും വലിയൊരു ശിക്ഷ കിട്ടും, നരകത്തിൽ പോകും, അങ്ങനെയൊന്നുമില്ല. അദാൻ എന്നാണ് അറബിയിൽ പറയുക. അദാൻ, ബാങ്ക് വിളിക്ക്. അപ്പൊ എന്തുമാവട്ടെ, നമുക്കൊന്ന് ബാങ്ക് വിളിച്ചാലോ? ബാങ്കൊന്ന് വിളിച്ചാലോ? ഇപ്പൊ സമയമായിട്ടില്ല, എന്നാലും നമുക്കൊന്ന് ബാങ്ക് വിളിച്ചാം. കേട്ടോ, ചുമ്മാ ഒന്ന് കേട്ടോ. അമ്മമാരെ കേട്ടു വെച്ചോ, പഠിച്ചു വെച്ചോ. ഞങ്ങൾ എന്തിനാണ് ഉസ്താദ് ബാങ്ക് വിളിയൊക്കെ പഠിച്ചു വെക്കുന്നത്? ഇതേ പുറകെ വരുന്നുണ്ട്, കേട്ടു പഠിച്ചോ. ബാങ്ക് വിളിക്കുമ്പോൾ 12 വചനങ്ങളാണ് കേട്ടോ ഉള്ളത്. ബാങ്ക് വിളിയിൽ 12 വചനങ്ങൾ. ചെവിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ബാങ്ക് വിളിക്കണം, നിർബന്ധമില്ല, സുന്നത്താണ്, നല്ലതാണ്. എന്ത്? ബാങ്ക് വിളിക്കുമ്പോൾ ചെവിയിൽ കൈ വെക്കുക, അത് സുന്നത്ത്. കാരണം പണ്ട് ആ ശബ്ദം ഇങ്ങനെ നല്ല രൂപത്തിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് അങ്ങനെ കൈ ഇങ്ങനെ വെച്ചിരുന്നത്. ഇന്നിപ്പോൾ മിക്ക സംവിധാനങ്ങളുണ്ട്, എന്നാലും ആ പണ്ട് മുതലേ നബിതങ്ങളുടെ കാലം മുതലേ അങ്ങനെ ചെയ്തിരുന്നു, നമ്മളും അങ്ങനെ ചെയ്യുന്നു. അപ്പൊ 12 വചനങ്ങളാണ്. 1, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒന്നായി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 2, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 4, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 5, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 6, ഹയ്യ അലസ്സലാഹ്. 7, ഹയ്യ അലസ്സലാഹ്. 8, ഹയ്യ അലൽ ഫലാഹ്. 9, ഹയ്യ അലൽ ഫലാഹ്. 10, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 11,
ലാ ഇലാഹ ഇല്ലല്ലാഹ്. 12 വചനങ്ങളാണ് ബാങ്കിലുള്ളത്. ഇങ്ങനെ തന്നെ ബാങ്ക് നീട്ടി അല്ലാഹു അങ്ങനെ വിളിക്കണമെന്നില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ അങ്ങനെയും വിളിക്കാം. പക്ഷെ നമ്മളിങ്ങനെ ശബ്ദത്തിൽ നിസ്കാരത്തിലൊക്കെ ബാങ്ക് പള്ളിയിലൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ നീട്ടി കുറുക്കിയൊക്കെ വിളിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ 12 മാസങ്ങൾ ഒരു വർഷത്തിലുണ്ട് അല്ലേ? 12 മാസങ്ങൾ ഒരു വർഷത്തിലുണ്ട്. 12 വചനങ്ങളാണ് ബാങ്കിലുള്ളത്. ഈ 12 വചനങ്ങൾ അവസാനിക്കുന്നത് ഏതിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലാണ് അല്ലേ? ബാങ്ക് വിളിയുടെ അവസാനം ഏത് വാക്കാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എത്ര വാക്കുണ്ട്? 12 അക്ഷരങ്ങളുണ്ട്. അപ്പൊ അള്ളാനെ കൊണ്ട് തുടങ്ങുന്നു, അള്ളാനെ കൊണ്ട് അവസാനിക്കുന്നു അല്ലെ? അല്ലാഹു അക്ബറുല്ലാഹ്, അള്ളാഹ് തൊട്ടാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് അല്ലേ? ആണെന്ന് പറ. അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമായിരിക്കും. കാരണം എന്താ? ഇത് അല്ലാഹു തആല നേരിട്ട് സ്വഹാബിമാരിൽ ചില ആളുകൾക്ക് ഇൽഹാമായിട്ട് സ്വപ്ന ദർശനമായി ഇറക്കി കൊടുത്ത വചനങ്ങളാണ് ബാങ്കിന്റെ വചനങ്ങൾ. അൽഹംദുലില്ലാഹ്. നമുക്കൊന്ന് അർത്ഥം കേട്ടാലോ? അർത്ഥം കൂടി പഠിച്ചിട്ട് സ്ത്രീകളും ബാങ്ക് വിളിയും തമ്മിൽ എന്ത് ബന്ധം അതിലേക്ക് കിടക്കാം. അർത്ഥം കേട്ടോ. നമ്മൾ എല്ലാ വക്കത്തിലും ബാങ്ക് വിളി കേൾക്കുന്നു. എൻ്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ? കേട്ടോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്താ? അല്ലാഹുവാകുന്നു ഏറ്റവും വലിയവൻ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അർത്ഥം? അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഞങ്ങളുടെ നേതാവാകുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അന്ന മുഹമ്മദ് കഴിഞ്ഞു. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലസ് സ്വലാഹ്. എന്താ അർത്ഥം? എന്താ? നിസ്കാരത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ. ഇത് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അതായത് അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് പറയണം? നമ്മളും കൂട്ടത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മുഅദ്ദിൻ ഉസ്താദ് മുക്രി ഉസ്താദ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലസ് സ്വലാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. എന്താ അതിന്റെ അർത്ഥം? ഹയ്യ അലസ് സ്വലാഹ് നിസ്കാരത്തിലേക്ക് വാ, പള്ളിയിലേക്ക് വാ പുരുഷന്മാരെ, പള്ളിയിലേക്ക് വാ. അത് പറയുമ്പോൾ കേൾക്കുന്നവര് ലാ ഹൗല ഞങ്ങൾക്ക് പള്ളിയിലേക്ക് വരാം, ആഗ്രഹമുണ്ട്, പക്ഷേ പള്ളിയിലേക്ക് എത്തിക്കുന്നതും ഒക്കെ എല്ലാത്തിനും കഴിവ് തരുന്നത് അല്ലാഹയാണ്. ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ. വല്ലാത്ത അത്ഭുതമാണ് ബാങ്കുലി. അപ്പോഴും പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. പിന്നെ അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോൾ നമ്മൾ പറയണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ടല്ലോ. ഏതാണ് ദുആ? ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആ. പറഞ്ഞേ, മദ്രസയിൽ പഠിച്ചിട്ട് ഓർമ്മയുണ്ടാ നോക്കട്ടെ. പറഞ്ഞേ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അവനിക്ക് ഒരുപാട് സ്വർഗത്തിൽ ദറജകൾ അല്ലാഹു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ഈ ദുആ മറക്കണ്ട, നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്നാണ്. ഇനി കേട്ടോ ഉമ്മമാരെ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ പലർക്കുള്ള സംശയമാണ്, നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ ബാങ്ക് വിളിക്കണോ? നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ബാങ്ക് വിളിക്കേണ്ട ആവശ്യമില്ല, ഇക്കാമത്ത് മാത്രം കൊടുത്താൽ മതി. എന്നാൽ പുരുഷന്മാരാണെങ്കിൽ അവർ നിസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇക്കാമത്ത് കൊടുക്കലും സുന്നത്താണ്. സ്ത്രീകൾക്ക് ബാങ്ക് വേണ്ട, ഇക്കാമത്ത് മാത്രം മതി. ഇക്കാമത്ത് എങ്ങനെയാ? ഇക്കാമത്തൊക്കെ കൊടുക്കാറുണ്ടോ? ഇക്കാമത്ത് അറിയോ? ഇക്കാമത്ത് ഇപ്പൊ ബാങ്ക് നമ്മൾ കേട്ടു, ഇനി ഇക്കാമത്ത് കേട്ടോ. ഇക്കാമത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണർത്താൻ വേണ്ടി, ഒന്ന് കാമത്ത് അതായത് എഴുന്നേറ്റൊന്ന് സൊഫിലേക്ക് വരാൻ വേണ്ടി ഒന്ന് ഉണർത്താൻ വേണ്ടി പറയുന്ന വചനമാണ് ഇക്കാമത്ത്. എങ്ങനെയാ? അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാത്ത്, ഖദ് ഖാമത്തിസ് സ്വലാത്ത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വാചകം പറയും, ഖദ് ഖാമത്തിസ് സ്വലാത്ത്, ഖദ് ഖാമത്തിസ് സ്വലാത്ത്. അപ്പോൾ ഉമ്മമാര് പഠിച്ചു വെച്ചോ ഇക്കാമത്ത് എന്താണ്. ഇക്കാമത്ത് ഇനി പറയാൻ പോകുന്ന ഈ ഇപ്പൊ പറഞ്ഞ വചനമാണ്. ഒന്നുകൂടി പറയാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇങ്ങനെ ഉറക്കെ അല്ലാഹു അക്ബർ അങ്ങനെ പറയണ്ട, ചുമ്മാ നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ഇക്കാമത്ത് ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് എല്ലാ ഉമ്മമാരും പറയൽ എന്താണ്, സുന്നത്താണ്. എന്ത് വേണ്ട, ബാങ്ക് വിളിക്കേണ്ട, ഇക്കാമത്ത് പതിയെ, അത് ഉറക്കെയല്ല പതിയെ കൊടുത്താൽ മതി. ഇനി ഈ ബാങ്ക് വിളിക്കുമ്പോൾ പെണ്ണുങ്ങൾ തലയിൽ തട്ടമിടാറുണ്ട്, അത് നിർബന്ധമാണോ എന്ന്. തലയിൽ തട്ടമിടൽ സ്ത്രീകൾക്ക് നിർബന്ധമാണ് എല്ലാ സമയത്തും. പ്രത്യേകിച്ച് അന്യ പുരുഷന്മാർ ഉള്ള ഒരു സമയം അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് മുടി പോലും കാണാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചതല്ലേ. എന്നാൽ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വേറെ ആരുമില്ല, ഭർത്താവ്, വാപ്പ, മക്കൾ മാത്രമേ ഉള്ളൂ, മുടി കണ്ടു എന്ന് വെച്ച പ്രശ്നമൊന്നുമില്ല, തല മറക്കാതിരുന്ന പ്രശ്നമൊന്നുമില്ല, ഇവിടെ വീടിൻ്റെ ഉള്ളിൽ. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് മറച്ചു പോവലാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലയിൽ തട്ടമിടൽ മര്യാദയാണ്, അദബാണ്. അദബുള്ള സ്ത്രീകളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു ഒരുപാട് കാരുണ്യം അവർക്ക് കൊടുക്കും കേട്ടോ. ഇനി സ്ത്രീകൾ എപ്പോഴാണ് ബാങ്ക് വിളിക്കേണ്ടത്? നമ്മളിപ്പോൾ പറഞ്ഞു നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും സ്ത്രീകൾ ബാങ്ക് വിളിക്കണം. ഏതൊക്കെ സമയത്ത്? 8 സമയത്ത്. ഒന്നാമത്തെ സമയം, പിശാച് ബാധയേറ്റ ഒരാൾ, അത് മകനാവട്ടെ, ഭർത്താവട്ടെ, വാപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, മോളാവട്ടെ, ഒരു പിശാച് ബാധ, അതായത് ഒരു പേടി, പുറത്തേക്ക് ഇറങ്ങാൻ പേടി, അല്ലെങ്കിൽ ഇരുട്ട് കാണുമ്പോൾ പേടി, അങ്ങനെ ഒരു പേടി, ഒരു വല്ലാത്തൊരു അവസ്ഥ, അങ്ങനെ ഒരു പേടിച്ച് നിൽക്കുന്ന ഒരാൾ, അയാളുടെ അടുക്കൽ പോയിട്ട് ബാങ്ക് വിളിക്കൽ സ്ത്രീകളെ നിങ്ങൾക്കും സുന്നത്താണ്, പുരുഷന്മാരെ നിങ്ങൾക്കും ബാങ്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു, അങ്ങനെയല്ല. അവിടെ ചെന്നിരുന്നിട്ട് പതിയെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ വിളിക്കണം. അല്ലാതെ ഉറക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വിളിക്കരുത്. ഒന്നാമത്തേത് പിശാച് ബാധ, അല്ലെങ്കിൽ പേടിച്ച് വിറച്ച ഒരാൾ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ സർപ്രൈസിൻ്റെ കാലമാണ്. ഇപ്പോൾ സർപ്രൈസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ, പക്ഷെ സർപ്രൈസ് കൊടുക്കുമ്പോൾ പലപ്പോഴും നെഞ്ചു പൊട്ടാനും പേടി വരാനും കാരണമാണെന്നാണ്. പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന ഭാര്യമാരുടെ അടുക്കൽ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് വന്നിട്ട് പേടിച്ചിട്ട് ബ്ലീഡിങ് ആയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം, എന്തുമാവട്ടെ. പറയുന്നത് അങ്ങനെ പേടിച്ചിട്ടുള്ള ആളുകളുടെ അടുക്കൽ പോയിട്ട് എന്ത് പറയാം? ബാങ്ക് വിളിക്കാം. 2, ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ടെൻഷൻ, ഭയങ്കര വിഷമം, സങ്കടം, അങ്ങനെ വന്നിരിക്കുമ്പോൾ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിൻ്റെ എന്തോ ഒക്കെ പ്രശ്നത്തിലായി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഭാര്യ പോയിട്ട് അവിടെ പോയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ദേഷ്യം കൂടും, ടെൻഷൻ കൂടും, അങ്ങനെ വിളിക്കരുത്. ഭർത്താവിൻ്റെ തോളിലൊക്കെ ഒന്ന് തടവുക, ഒന്നുമില്ല, അതൊക്കെ മാറും. ഇത് എത്രയോ ആൾക്കാർക്ക് വിഷമമുണ്ടായി, സങ്കടം ഉണ്ടായി. അതെ, എൻ്റെ പേര് പറഞ്ഞു, അർഷദ് ബദരി ഉസ്താദിൻ്റെ ഒരു ക്ലാസ്സിൽ കേട്ടു, ഈ വിഷമിച്ചിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ അടുക്കൽ പോയി ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, നീ ഉപദ്രവിക്കല്ലേ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ബാങ്ക് വിളിക്കണ്ട. അവിടെ ചെന്നിട്ട് പതിയെ ബാങ്ക് വിളിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തലയിലേക്ക് ഒന്ന് തലോടിയിട്ട്, അല്ലേ, നിങ്ങൾ ഭർത്താവല്ലേ, ശരീരത്തിൽ നിന്ന് പിടിച്ചിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന. അത് കേൾക്കുമ്പോൾ മൂപ്പരുടെ ടെൻഷൻ എങ്ങനെ മാറണം. ഇതൊക്കെയാണ് ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു. ചിലപ്പോൾ നമ്മൾ എത്ര പൈസ നമ്മൾ കൊടുത്താലും, അതായത് നമ്മുടെ സ്വർണ്ണം ഉരുക്കൊടുത്താലും ചിലപ്പോൾ മാറാത്ത വിഷമം ഇങ്ങനെ ഈ ബാങ്ക് വിളിക്കുന്നതിലൂടെ മാറിയേക്കാം. 3, ദേഷ്യം പിടിച്ചിരിക്കും. നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവല്ലോ, ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ ചെന്നിട്ട് നമുക്ക് ബാങ്ക് വിളിക്കാം. അവിടെ അടുക്കൽ ചെന്നിട്ട് ദേഷ്യം പിടിച്ചിരിക്കും, അവിടെ പോയിരിക്കുക. എന്നിട്ട് പതിയെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ, ബാങ്ക് വിളിക്കുക. അപ്പം എന്ത് ചെയ്യും? അത് കേൾക്കുമ്പോൾ ദേഷ്യം പോകുന്നതാണ്. ചിലപ്പോൾ അതിന് അവർ ഉണ്ടാവില്ല, ചിലപ്പോൾ എഴുന്നേറ്റ് പോകുമായിരിക്കും. എന്നാലും എന്ത് ചെയ്യുക? ദേഷ്യം വരുന്ന നമുക്ക് സ്വന്തമായി നമുക്ക് തന്നെ ദേഷ്യം വരുന്നു, ഭയങ്കര ദേഷ്യം, എന്താണെന്നറിയില്ല, ആരെങ്കിലും കിടിക്കണം, ഭയങ്കര ദേഷ്യം വരുന്നു. അപ്പം എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കണം എന്നാണ്. ഈ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യണം? കിടക്കണം. കിടന്നിട്ടും ദേഷ്യം മാറിയില്ലെങ്കിൽ വുദു എടുക്കണം. ദേഷ്യം വന്ന ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നാൽ എന്ത് പറയാം? ബാങ്ക് വിളിക്കുക, ദേഷ്യം പോകും. അതുപോലെ തന്നെ മറ്റൊരിതാണ്, ഈ ദുസ്വഭാവമുള്ള അല്ലെങ്കിൽ വിറളി പിടിച്ച മൃഗങ്ങൾ ഉണ്ടാകും, അവരുടെ അടുക്കലും നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് വിളിക്കാം. അതുപോലെ തന്നെ തീപിടുത്തം കണ്ടാൽ, വലിയൊരു തീപിടുത്തം കാണുന്നു, ഗ്യാസ് പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ വലിയൊരു തീപിടുത്തം, അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് വിളിക്കാം. ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല അതിൻ്റെ ആ വ്യാപ്തി കുറക്കുമെന്നാണ്. അതുപോലെ തന്നെ
മറ്റൊരു കാര്യമാണ് യാത്ര പോകും. ഹജ്ജിന്റെ യാത്ര പോകുന്നു, ഉംറയുടെ യാത്ര പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവ് യാത്ര പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഭാര്യയ്ക്ക് പതിയെ ബാങ്ക് വിളിക്കാം. അതുപോലെ തന്നെ 8ാമത്തെ കാര്യമാണ്, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ ഇക്കാമത്ത്. അത് പുരുഷന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. എപ്പോഴും ചിലപ്പോൾ പുരുഷന്മാരുണ്ടായി കൊള്ളണമെന്നില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? അവിടെയുള്ള ഉമ്മമാര്, സ്ത്രീകൾ, അവർ ബാങ്ക് വിളിക്കട്ടെ, അവർക്കും ബാങ്ക് വിളിക്കാം, കുഴപ്പമില്ല. സ്ത്രീകളും ബാങ്കും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 8 സമയത്ത് പെണ്ണുങ്ങളെ നിങ്ങൾക്കും ബാങ്ക് വിളിക്കാം, നല്ലതാണ്. പിന്നെ ബാങ്ക് വിളിയുടെ അർത്ഥം, ഇക്കാമത്ത് എങ്ങനെയാണ്? ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തട്ടമിടണോ? ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ, അവരൊക്കെ പഠിക്കട്ടെ. പുരുഷന്മാരെ നിങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പഠിക്കുന്ന, നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളാക്കി അല്ലാഹു തആല മാറ്റുമാറാവട്ടെ. എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.